ഇന്ന് നമുക്ക് 2018 റിലീസായ ലവ് സോണിയ എന്ന ഹിന്ദി സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, കർഷകനായിട്ടുള്ള അച്ഛൻ ഒരുപാട് കാശ് ജന്മിയിൽ നിന്നും കടം വാങ്ങിയിട്ടാണ് കൃഷി നടത്തുന്നതും. എന്നാൽ കാശ് തിരികെ കൊടുക്കാൻ നിവർത്തിയില്ലാതായപ്പോൾ ആ അച്ഛനാണെങ്കിലോ തന്റെ 2 പെൺമക്കളിൽ ഇളയവളെ ജന്മിക്ക് വിൽക്കുന്നു. ഈ ജന്മിയാണെങ്കിലോ ആ ഒരു പെൺകുട്ടിയെ ബോംബെയിലേക്കാണ് അയക്കുന്നതും. ഈ വിവരം മൂത്ത മകളായ സോണിയ അറിയും. സോണിയാണെങ്കിലും രാത്രിക്ക് രാത്രി തന്നെ തന്റെ സഹോദരിയെ തിരക്കി അവിടെ നിന്നും യാത്രയാവുകയാണ്. ജന്മിക്ക് അടുത്തെത്തിയിട്ട് എവിടേക്കാണോ തന്റെ സഹോദരിയെ പറഞ്ഞു വിട്ടത് അവിടേക്ക് തന്നെ വിടണമെന്നും ആവശ്യപ്പെട്ടു. എന്നിട്ട് കുറച്ച് കാശ് തന്റെ അച്ഛന് കൊടുത്താൽ മതിയെന്നും സോണിയ പറയുന്നുണ്ട്. അതനുസരിച്ച് ജന്മിയാണെങ്കിൽ അടുത്ത ദിവസം തന്നെ ഒരു സ്ത്രീക്കൊപ്പം സോണിയയും ബോംബെയിലേക്ക് അയക്കുന്നു. പിന്നീട് സോണിയുടെ ജീവിതത്തിൽ അവൾ നേരിട്ടതോ വലിയ വലിയ പ്രശ്നങ്ങളായിരുന്നു. ഒരിക്കലും ഒരു 16 വയസ്സുകാരിക്ക് സംഭവിച്ചുകൂടാത്ത ഒരുപാട് കാര്യങ്ങൾ അവൾക്ക് സംഭവിക്കുന്നു. അതെന്തെന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. കഥ തുടങ്ങുമ്പോൾ 16-കാരിയായ സോണിയയും അവളുടെ സഹോദരിയായിട്ടുള്ള പ്രീതിയുമാണ് കാണിക്കുന്നത്. ഇവരുടെ 2 പേരുടെയും അച്ഛൻ കൃഷിക്കാരനാണ്. അതുകൊണ്ട് തന്നെ ജന്മിയിൽ നിന്നും ഒരുപാട് കാശ് കടം വാങ്ങിയാണ് കൃഷി ചെയ്യുന്നതും. എന്നാൽ ജന്മി കാശ് തിരികെ ചോദിക്കുന്ന സമയത്തോ നല്ല വെയിലാണ്, കൃഷിയൊന്നും നല്ല രീതിക്ക് നടന്നില്ല, അതുകൊണ്ട് കുറച്ച് സമയം കൂടി തരണമെന്നും ആവശ്യപ്പെട്ട് എങ്ങനെയെങ്കിലും ജന്മിയെ അവിടെ നിന്ന് പറഞ്ഞു വിടാറാണ് പതിവ്. സോണിയയ്ക്ക് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. അവന്റെ പേര് അമർ എന്നാണ്. അമറിന് സോണിയോട് പ്രണയമുണ്ട്. പക്ഷെ ഇതുവരെയും അത് പറഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സോണിയും കൂട്ടി അമർ ആണെങ്കിലോ ഇന്റർനെറ്റ് കഫേയിലേക്ക് പോകും. അവിടെ വെച്ച് അവൾക്ക് ഒരു മെയിൽ ID ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു. തിരികെ വരുന്ന വഴിയിൽ വെച്ച് കടയിൽ കിടക്കുന്ന ഫെയർ ആൻഡ് ലവ്ലി കാണുന്ന സോണിയാണെങ്കിലോ അതും വാങ്ങിക്കൊണ്ടാണ് വീട്ടിലേക്ക് പോകുന്നതും. വീട്ടിലെത്തിയ അച്ഛനാണെങ്കിലോ സോണിയുടെയും പ്രീതിയുടെയും കയ്യിൽ ഫെയർ ആൻഡ് ലവ്ലി ഇരിക്കുന്നത് കാണുന്നു. അത് കണ്ടതും അച്ഛന് വല്ലാതെ ദേഷ്യം വരും. കാശില്ലാത്ത സമയത്താണോ ഇതൊക്കെ വാങ്ങിക്കുന്നത് എന്ന് പറഞ്ഞ് അച്ഛൻ 2 ആളെയും വഴക്ക് പറഞ്ഞു. അതിനുശേഷം അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നതും. അച്ഛൻ ഇറങ്ങിപ്പോയ ഉടനെ തന്നെ സോണിയ പ്രീതിയെ കൊണ്ടുവന്ന് ഒരു സ്ഥലത്ത് ഒളിപ്പിക്കുന്നു. അതിനുശേഷം സോണിയും മരത്തിൽ കയറിയിരിക്കുകയാണ്. കാരണം എന്തെന്നാൽ അച്ഛൻ തിരികെ വരുന്നത് കുടിച്ചുകൊണ്ടാ. 2 ആൾക്ക് നല്ല രീതിക്ക് കിട്ടും. അത് പേടിച്ചാണ് 2 പേരും ഒളിച്ചിരിക്കുന്നതും. എന്നാൽ അടുത്ത ദിവസം അച്ഛനാണെങ്കിലോ പ്രീതിയും കൂട്ടി എവിടേക്കോ പോകുന്നത് സോണിയെ കാണും. എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയുവാൻ വേണ്ടിയിട്ട് സോണിയ അവരെ ഫോളോ ചെയ്യുന്നു. അച്ഛൻ അവളെയും കൊണ്ട് പോയത് സത്യത്തിൽ ജന്മിയുടെ വീട്ടിലേക്കാണ്. ജന്മിക്ക് കൊടുക്കാൻ കാശില്ലാത്തത് കൊണ്ട് തന്നെ പ്രീതിയെ അച്ഛൻ ജന്മിക്ക് വെച്ചു. ഞാൻ വാങ്ങിയ കാശ് ഇവളെ എവിടെയെങ്കിലും ജോലിക്ക് വിട്ട് മുതലാക്കിക്കോളാനാണ് അച്ഛൻ പറയുന്നത്. എന്നിട്ട് വീണ്ടും കാശ് വാങ്ങിക്കൊണ്ടാണ് അച്ഛൻ പോകുവാനായി ഇറങ്ങുന്നതും. ഇതെല്ലാം അവിടെ ഒളിച്ചു നിന്ന് സോണിയെ കാണുന്നുണ്ട്. എന്നാൽ ജന്മിയുടെ ഒരു കൂട്ടാളിയാണെങ്കിലോ സോണിയെ കാണും. അവളെ പിടികൂടി ജന്മിക്കടുത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പോഴാണ് ഇയാൾക്ക് 2 മക്കളുണ്ട് എന്നുള്ള കാര്യം ജന്മി അറിയുന്നതും. നിന്റെ മൂത്ത മകൾ നല്ല സുന്ദരിയാണല്ലോ, അവളെ ഇവിടെ നിർത്തുവാനായിട്ടും ജന്മി പറയും. എന്നാൽ അത് കേട്ട് സോണിയുടെ അച്ഛൻ പറയുന്നതോ അവളെ ഇവിടെ നിർത്താൻ പറ്റില്ല, അവളെ കൊണ്ട് എനിക്ക് കൃഷിക്ക് കുറച്ച് ആവശ്യമുണ്ട്, അവളാണ് വെള്ളമൊക്കെ ഒഴിക്കുന്നത് എന്നുള്ള കാര്യവും അച്ഛൻ പറയുന്നു. എന്നിട്ട് അച്ഛനാണെങ്കിലോ സോണിയെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുവാനായി ഇറങ്ങുമ്പോൾ സോണിയ ഉടനെ തന്നെ പ്രീതിയെ കെട്ടിപ്പിടിക്കുകയാണ്. പ്രീതിയെ കൂടി കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അവൾ ബഹളം വെക്കും. എന്നാൽ അച്ഛനാണെങ്കിലോ അതിന് സമ്മതിക്കില്ല. പ്രീതിയെ അവിടെ നിർത്തിയിട്ട് സോണിയെ അച്ഛൻ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടു പോകുന്നു. അടുത്ത ദിവസം അമറിനോട് ഈ കാര്യങ്ങളെല്ലാം സോണിയ പറയുന്നുണ്ട്. നീ പേടിക്കണ്ട, പ്രീതിയെ ബോംബെയിലേക്കായിരിക്കും കൊണ്ടുപോയിട്ടുണ്ടാവുക. എൻ്റെ അച്ഛൻ്റെ സുഹൃത്ത് അവിടെയുണ്ട്. ഞാൻ സുഹൃത്തിനോട് പ്രീതിയെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് പറയാമെന്നുള്ള കാര്യം അമർ പറയും. എന്നിട്ട് ഉടനെ തന്നെ സോണിയോടുള്ള പ്രണയം അവൻ തുറന്നു പറയുന്നു. പക്ഷേ സോണിയാണെങ്കിലോ അവന്റെ പ്രണയം സ്വീകരിക്കുവാനുള്ള മാനസികാവസ്ഥയിലല്ലായിരുന്നു. അവൾ അവിടെ നിന്ന് ഒന്നും മിണ്ടാതെ നടന്നു പോവുകയാണ് ചെയ്യുന്നതും. വീട്ടിലെത്തി അച്ഛനോട് പ്രീതിയെ എവിടേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്, ബോംബെയിലേക്കാണെന്ന് ചോദിക്കുമ്പോൾ അച്ഛനാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ്. അന്നേ ദിവസം രാത്രി തന്നെ സോണി ആരും അറിയാതെ ജന്മിയുടെ വീട്ടിലേക്ക് പോകും. എൻ്റെ അനിയത്തിയെ എവിടേക്കാ കൊണ്ടുപോയത്, അതേ സ്ഥലത്തേക്ക് എന്നെയും കൊണ്ടുപോകുമോ, കുറച്ച് കാശ് എൻ്റെ അച്ഛന് കൊടുത്താൽ മതി എന്നും സോണി പറയുന്നു. എന്നാൽ ഈ ഒരു അവസരം ജന്മി മുതലെടുക്കുകയാണ്. ജന്മി അവളെ അടുത്തേക്ക് പിടിച്ചിരുത്തി അവളുടെ കൈയൊക്കെ തലോടുവാനായി തുടങ്ങി. പക്ഷേ ഇത് ജന്മിയുടെ മകൾ കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജന്മി പ്ലേറ്റ് മാറ്റുകയാണ്. അടുത്ത ദിവസം ഒരു സ്ത്രീ വരും, നീ അവരോടൊപ്പം പോയാൽ മതി എന്നും ജന്മി പറയുന്നു. അങ്ങനെ അടുത്ത ദിവസം ജന്മി പറഞ്ഞു വിട്ടൊരു ലേഡി വരികയാണ്. അവരോടൊപ്പം സോണിയും പോകുന്നു. സോണി പോകുന്നതെല്ലാം അമർ കാണുന്നുണ്ട്. അതിലെന്തൊക്കെയോ വശപ്പിച്ചൊക്കെ തോന്നിയ അമർ ആണെങ്കിലോ അവർ പോകുന്ന ബസ്സിന് പിന്നാലെ ഓടുമെങ്കിലും സോണി അതൊന്നും മൈൻഡ് ചെയ്യുന്നതേയില്ല. പ്രീതിയെ കാണാൻ കഴിയുമല്ലോ എന്ന സന്തോഷത്തിലായിരുന്നു സോണി. സോണിയും കൊണ്ട് ആ സ്ത്രീ നേരെ പോയത് ഒരു ലോഡ്ജിലേക്കാണ്. അവിടെ റൂം എടുക്കും. ലോഡ്ജിൽ നിൽക്കുന്ന ആൾ ചോദിക്കുന്നുണ്ട്, ഇത് നിങ്ങളുടെ ആരാ? മകളാണെന്നാണ് ആ സ്ത്രീ കള്ളം പറയുന്നതും. അങ്ങനെ അവളെ റൂമിലേക്ക് കൊണ്ടുപോയി. അന്നേ ദിവസം
ദിവസം രാത്രി ആ സ്ത്രീ ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയതും സോണി താഴെ റിസപ്ഷനിലേക്ക് വരുന്നു. എന്നിട്ട് അയാളോട് എനിക്കൊന്ന് കമ്പ്യൂട്ടർ തരുമോ, ഞാനൊന്ന് മെയിൽ ചെക്ക് ചെയ്തോട്ടെ എന്ന് ചോദിക്കും. അയാൾ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ സോണിയാണെങ്കിൽ മെയിൽ ചെക്ക് ചെയ്യുന്ന സമയം അയാൾ ഓരോ കാര്യങ്ങളൊക്കെ സോണിയോട് ചോദിക്കും. സോണിയാണെങ്കിലോ നടന്ന കാര്യങ്ങളെല്ലാം അയാളോട് തുറന്നു പറഞ്ഞു. അത് കേട്ടതും അയാൾക്ക് വല്ലാതെ സഹതാപം തോന്നും. സോണിയോട് പറയും, നീ ആ സ്ത്രീയെ വിശ്വസിക്കരുത്. അവർ എന്തൊക്കെ പറഞ്ഞാലും നിന്നെ കൊണ്ടുപോകുന്നത് ബോംബെയിലേക്കാ. നിന്നെ കൊണ്ടുപോയി മറ്റൊരാൾക്ക് വിൽക്കും. നിന്റെ സഹോദരിയെന്ന് നിനക്ക് കാണാൻ പറ്റുമെന്നൊന്നും തോന്നുന്നില്ല. അതുകൊണ്ട് എത്രയും വേഗം നീ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് കുറച്ച് കാശ് സോണിയെ ഏൽപ്പിക്കുന്നു. പക്ഷേ സോണിയാണെങ്കിലോ അവിടുന്ന് തിരികെ പോകുവാനായിട്ട് കൂട്ടാക്കുന്നതേയില്ല. തന്റെ അനിയത്തിയായ പ്രീതിയില്ലാതെ തനിക്ക് തിരികെ പോകാൻ കഴിയില്ല എന്ന മാനസികാവസ്ഥയിലായിരുന്നു സോണി. അതുകൊണ്ട് തന്നെ തന്റെ ജീവിതം തന്നെ റിസ്ക് എടുത്ത് അവൾ ആ സ്ത്രീക്കൊപ്പം അടുത്ത ദിവസം വണ്ടിയിൽ കയറി പോകും. ആ സ്ത്രീ അവളെയും കൊണ്ട് മറ്റൊരു സ്ഥലത്തേക്കാണ് പോകുന്നതും. അവിടെ എത്തിയതും ഉടനെ തന്നെ സോണി തന്റെ സഹോദരി അവിടെ മുഴുവൻ അന്വേഷിക്കുന്നു. അവസാനം ഫൈസൽ എന്ന ഒരാളിന്റെ അടുത്താണ് എത്തിപ്പെടുന്നതും. ഈ ഫൈസലാണ് അവരുടെയൊക്കെ ഹെഡ്. ഫൈസലാണെങ്കിലോ സോണിയോട് ചോദിക്കുന്നുണ്ട്, നീ വെർജിനാണോ, നിനക്ക് ബോയ് ഫ്രണ്ട് വല്ലതും ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബോയ് ഫ്രണ്ട് ഒന്നുമില്ല, താൻ വെർജിനാണ് എന്നുള്ള കാര്യം അവൾ തുറന്നു പറയും. അതിനുശേഷം സോണിയാണെങ്കിലോ പ്രീതി അവിടെ മുഴുവൻ അന്വേഷിക്കുകയായിരുന്നു. അതേസമയം തന്നെ സോണിക്കടുത്തേക്ക് അനാമിക എന്നൊരു പെൺകുട്ടി വരും. നീ എന്തിനാ ഇവിടേക്ക് വന്നത്? നിന്റെ സഹോദരിയും നിന്നെയും ഒരു ബിൽഡിംഗ് തന്നെ ഇടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിന്റെ സഹോദരിയെ എപ്പോഴേ അവർ മാറ്റിക്കാണും എന്നുള്ള കാര്യമൊക്കെ അനാമിക പറയുന്നു. നീ എന്തായാലും ഞങ്ങളെ പോലെ ഇവിടെ ജോലിക്ക് കയറേണ്ടി വരുമെന്നും അനാമിക പറയുമ്പോൾ എന്ത് ജോലിയാണ് അവൾ ചെയ്യാൻ പോകുന്നത് എന്നൊന്നും വലിയ ഐഡിയയൊന്നും സോണിയയ്ക്കില്ലായിരുന്നു. ഫൈസൽ ആണെങ്കിലോ സോണിയ വെർജിനാണോ എന്ന് അറിയുവാൻ വേണ്ടിയിട്ട് ഒരാളോട് ചെക്ക് ചെയ്യുവാനായും പറയും. അവൾ വെർജിനാണെന്ന് ഉറപ്പുവരുത്തിയ ഉടനെ തന്നെ സോണിയെ കൊണ്ട് അവിടുത്തെ ജോലികളൊക്കെ ചെയ്യിപ്പിക്കുന്നു. ബാത്റൂം ക്ലീൻ ചെയ്യുക, തുണി കഴുകുക, അങ്ങനെ എല്ലാ ജോലികളും അവളെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നതും. എന്നാൽ മറ്റൊരു വശത്ത് സോണിയുടെ അച്ഛനാണെങ്കിൽ അവളെ അന്വേഷിച്ച് നേരെ ജന്മിക്കടുത്തെത്തി. എന്റെ മകളെ എവിടേക്കാ പറഞ്ഞു വിട്ടിരിക്കുന്നത്, ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് ജന്മി കുറെ കാശ് അച്ഛന് കൊടുക്കും. നീ ഈ കാശ് വെച്ചേക്ക് എന്ന് പറയുന്നു. ജന്മിയാണെങ്കിൽ ഒന്നും പറയാൻ കൂട്ടാക്കാതായപ്പോൾ ഉടനെ തന്നെ ഏത് സ്ത്രീക്കൊപ്പമാണ് സോണിയ പോയത് അതേ സ്ത്രീക്കടുത്തേക്ക് എത്തും. എന്റെ മകളെ നിങ്ങൾ എവിടേക്കാ കൊണ്ടുപോയതെന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ അതൊന്നും പറയുവാനായിട്ട് ആ സ്ത്രീ കൂട്ടാക്കുന്നതേ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ കൈവശമിരുന്ന മുഴുവൻ കാശും ആ സ്ത്രീക്ക് കൊടുത്ത അച്ഛനാണെങ്കിൽ ഇനി പറ, എവിടെയാ എന്റെ മകളെ കൊണ്ടുപോയിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയാം, ബോംബെയിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്, പക്ഷേ വേറെ ഡീറ്റെയിൽസ് ഒന്നും പറയില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് അച്ഛന് പറഞ്ഞു കൊടുത്തതും. എന്നാൽ മറ്റൊരു വശത്ത് അവൾ വെർജിനാണെന്ന് ഫൈസൽ ഉറപ്പുവരുത്തിയല്ലോ, അതുകൊണ്ട് തന്നെ ഹോങ്കോങ്ങിലേക്ക് വിളിച്ചിട്ട് ഒരു വെർജിനായിട്ടുള്ള പെൺകുട്ടിയെ കിട്ടിയിട്ടുണ്ട്, ഉടനെ തന്നെ അങ്ങോട്ട് അയക്കാമെന്നും ഫൈസൽ പറയുന്നു. എന്നാൽ ഫൈസൽ ആണെങ്കിൽ സോണിയോട് ഒരു കാര്യം പറയും, ഒരിക്കലും എത്ര കസ്റ്റമേഴ്സ് നിന്റെ അടുത്തേക്ക് വന്നാലും നിന്റെ വെർജിനിറ്റി കളയാൻ പാടില്ല. അവരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സുഖിപ്പിച്ച് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ മതിയെന്നും ഫൈസൽ പറയുന്നു. അതൊന്നും സഹിക്കാനാകാതെ ഒരു ദിവസം സോണി അവിടെ നിന്നും ഇറങ്ങി രക്ഷപ്പെട്ടു പോവുകയാണ്. ഓടി ഓടി അവസാനം എത്തുന്നത് ഒരു പോലീസുകാരന്റെ കയ്യിലും. നടന്ന കാര്യങ്ങളെല്ലാം സോണി പോലീസുകാരനോട് പറയുന്നു. പക്ഷേ പോലീസുകാർ അവരെ രക്ഷിക്കുമെന്ന് കരുതിയോ? ഇല്ല. സോണിയെ നേരെ തിരികെ കൊണ്ടുവന്നത് ഫൈസലിന്റെ അടുത്തേക്കാ. ഈ പോലീസുകാരും ഫൈസലുമൊക്കെ ഒരേ ഗ്യാങ് തന്നെയാണ്. ഫൈസലിന് വല്ലാതെ ദേഷ്യം വരും. സോണിയെ കൊണ്ടുപോയി ഒരു കൂട്ടിലിട്ടിട്ട് മുന്നിലൊരു പാമ്പിനെ ഇരുത്തും. ഇനി നീ ഇതുപോലെ പോയാൽ ഈ പാമ്പിനെ കൊണ്ട് നിന്നെ ഞാൻ കൊത്തിക്കുമെന്നൊക്കെ ഫൈസൽ വിരട്ടുന്നു. സോണിക്കടുത്തേക്ക് എത്തിയ അനാമിക പറയുന്നത്, നീ എന്തിനാ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിച്ചത്? നീ മര്യാദയ്ക്ക് ഇവിടെ നിൽക്കുകയാണെങ്കിൽ നിനക്ക് നിന്റെ അനിയത്തിയുടെ അടുത്തേക്ക് പോകാം. ദേ, ഇതല്ലേ നിന്റെ അനുജത്തിയുടെ കൊലുസെന്ന് പറഞ്ഞിട്ട് അവളുടെ കൊലുസെടുത്ത് സോണിയെ കാണിച്ചു കൊടുക്കുന്നു. സോണിക്ക് അത് കണ്ടതും അവളുടെ സഹോദരി അവിടെ എവിടെയോ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഉറപ്പായി. അതുകൊണ്ട് തന്നെ പിന്നീട് ചാടി പോകാനൊന്നും സോണി ശ്രമിച്ചതേയില്ല. 2-3 മാസങ്ങൾ കടന്നുപോയി. സോണി പതിയെ പതിയെ അവിടെ പൊരുത്തപ്പെട്ടു തുടങ്ങി. സോണി ഒരിക്കൽ അനാമികയോട് ചോദിക്കും, നിങ്ങൾ ഇവിടെ വന്നതിൽ പിന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടാനായി ശ്രമിച്ചിട്ടില്ലേന്ന് ചോദിക്കുമ്പോൾ, എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നതേ എന്റെ ഹസ്ബൻഡാ. പിന്നെ ഇവിടെ ഞാൻ കഴിഞ്ഞു പോയത് കൊണ്ട് തന്നെ ഇനി നാട്ടിലേക്ക് പോയാലും ആരും തന്നെ എന്നെ സ്വീകരിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ഇവിടെ എങ്ങനെ കഴിഞ്ഞു പോകുന്നുവെന്നും അനാമിക പറയുന്നു. ഒരിക്കൽ സോണിക്കടുത്തേക്ക് എത്തിയ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു സ്റ്റാഫായിട്ടുള്ള മാധവിയാണെങ്കിലോ അവളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം തന്നെ അവളുടെ വായിൽ നിന്നും രക്തമൊക്കെ വരുന്നു. ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്താണ് മാധവിക്ക് HIV പോസിറ്റീവ് ആയതും. അത് കാരണം മാധവിക്ക് ഒരുപാട് സങ്കടമാകുന്നു. അന്നേ ദിവസം തന്നെ അവിടേക്ക് അരവിന്ദ് എന്നൊരു കസ്റ്റമർ വരികയാണ്. അരവിന്ദ് ആവശ്യപ്പെട്ടതോ സോണിയെയും. സോണിയുടെ അടുത്തെത്തുമ്പോൾ തന്നെ ഒന്നും ചെയ്യരുതെന്നൊക്കെ സോണി പറയുന്നുണ്ട്. അപ്പോൾ അരവിന്ദ് പറയും, നീ പേടിക്കണ്ട, ഞാൻ ഇതിനു വേണ്ടിയൊന്നും വന്നതല്ല, ഞാനൊരു ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് എത്തിയിരിക്കുന്നതാ. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് പെൺകുട്ടികൾ പെട്ടുപോയ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് അങ്ങനെയുള്ളവരെയെല്ലാം രക്ഷിക്കുന്ന സംഘമാണ് ഞങ്ങളെന്നും പറഞ്ഞ് അരവിന്ദ് തന്നെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. മാത്രവുമല്ല സോണിക്ക് 18 വയസ്സിൽ താഴെയാണല്ലോ, അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കുട്ടികളെയൊക്കെ രക്ഷിക്കുന്നതിന്
വേണ്ടിയിട്ടാണ് ഇവർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നതും. സോണിയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നാണ് അരവിന്ദ് തീരുമാനിച്ചിരിക്കുന്നതും. സോണിയോടതൊക്കെ സംസാരിച്ചതിന് ശേഷം അരവിന്ദ് തിരികെ പോകുന്നു. എന്നാൽ അതേസമയം തന്നെ സോണിയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. സോണിയെ മറ്റൊരു കാറിലേക്കും കയറ്റുന്നു. ആ കാറിൽ സത്യത്തിൽ പ്രീതി ഉണ്ടായിരുന്നു. പ്രീതിയെ കണ്ടതും സോണി പൊട്ടിക്കരയും. എന്നാൽ പ്രീതിയാണെങ്കിലോ സോണിയോട് വല്ലാത്ത ദേഷ്യത്തിലായിരുന്നു. അച്ഛൻ എന്നെ വിട്ട സമയത്ത് എന്തുകൊണ്ടാ ചേച്ചി പ്രതികരിക്കാത്തത് എന്ന് ചോദിച്ചാണ് പ്രീതി കരയുന്നതും. അത് കേട്ട് സോണി പറയുന്നത്, നിനക്ക് വേണ്ടിയിട്ടാ ഞാൻ ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടെ വന്ന് ഞാനും പെട്ടുപോയിരിക്കുന്നത് എന്നുള്ള കാര്യം സോണി പറയുന്നു. രണ്ടുപേരും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുകയാണ്. അതേസമയം തന്നെ സോണിയെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ടു പോകുന്നു. അതേസമയം തന്നെ ഫൈസലിന്റെ അടുത്തേക്ക് എത്തിയ ഒരു വയസ്സായ ആളാണെങ്കിലോ തനിക്ക് സോണിയെ വേണമെന്ന് ആവശ്യപ്പെടും. പകരം താൻ എന്ത് തരണമെന്ന് ചോദിക്കുമ്പോൾ ഒരു ബീഡി തന്നാ മതിയെന്നും ഫൈസൽ പറയുന്നു. അങ്ങനെ ഒരു ബീഡിക്ക് വേണ്ടിയിട്ട് സോണിയെ അയാൾക്ക് വിട്ടുകൊടുക്കുകയാണ്. അയാൾ കാറിൽ വെച്ച് അവളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അവിടെ നിന്നും തിരികെ എത്തിയ ഫൈസൽ നേരെ പോകുന്നത് മാധവിക്കടുത്തേക്കാണ്. മാധവിയോട് ഫൈസലിന് ചെറിയ പ്രണയമുണ്ടായിരുന്നു. മാധവിയുമായി ബന്ധപ്പെടുന്ന സമയത്ത് ഫൈസലിന്റെ ദേഹം മുഴുവൻ ബ്ലഡ് ആകും. ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിക്കുന്ന സമയത്ത് തനിക്ക് HIV പോസിറ്റീവ് ആണെന്നുള്ള കാര്യം മാധവി പറയുന്നു. നീ എന്നെ കൊല്ലുവാനാണോ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞ് ഫൈസൽ വല്ലാതെ ദേഷ്യപ്പെടും. അതേ സമയത്തായിരുന്നു അരവിന്ദൻ ടീമും അവിടേക്ക് എത്തുന്നതും. 18 വയസ്സിൽ കുറവുള്ള 2 പെൺകുട്ടികൾ അവിടെയുണ്ട്. അവരെ രണ്ടുപേരെയും കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ടാണ് അരവിന്ദും ടീമും എത്തിയിരിക്കുന്നത്. എന്നാൽ ഇത് മനസ്സിലാക്കിയ ഫൈസലാണെങ്കിലോ 2 പെൺകുട്ടികളെയും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഒളിപ്പിച്ചു വെക്കും. അരവിന്ദും ടീമും അവിടെ എത്തി അവിടെ മാകെ അന്വേഷിക്കുന്ന സമയത്ത് അതിലൊരു പെൺകുട്ടിയെ മാത്രമേ കണ്ടുകിട്ടിയുള്ളൂ. സോണിയെ കണ്ടില്ല. സോണിക്ക് വേണ്ടിയിട്ട് അരവിന്ദ് അവിടെ മാകെ അന്വേഷിക്കും. പക്ഷേ അവളാണെങ്കിലോ ഒളിച്ചിരിക്കുകയാണ് ചെയ്തതും. അരവിന്ദിന്റെ കയ്യിൽ പെട്ടുകഴിഞ്ഞാൽ ഉറപ്പായിട്ടും തനിക്ക് തന്റെ സഹോദരിയെ പ്രീതിയെ കണ്ടെത്താനാകില്ല. പ്രീതിയില്ലാതെ എങ്ങനെ പോകാനാ? മാത്രവുമല്ല താൻ ഇനി നാട്ടിലേക്ക് ചെന്നാലും ആരും തന്നെ സ്വീകരിക്കില്ല എന്നുള്ള ചിന്തയൊക്കെ സോണിയുടെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സോണി അവിടെ തന്നെ ഒളിച്ചിരിക്കും. എന്നാൽ അതേസമയം തന്നെ ഫൈസലിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അരവിന്ദിനടുത്ത് വന്നിട്ട് കള്ളം പറയുകയാണ്. സോണിയെ അവർ വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അതാ സോണി ഇവിടെ കാണാത്തത്. നമുക്ക് ഇവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞ് അരവിന്ദിനെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്തതും. പോലീസുകാർ വന്നതുകൊണ്ട് തന്നെ ഉടനെ ഫൈസൽ ബാങ്കോക്കിലേക്ക് വിളിച്ചിട്ട് ഇന്ന് രാത്രി തന്നെ ഇവരെ കയറ്റിവിടുകയാണെന്നും പറയുന്നു. എന്നിട്ട് മാധവിയോടും പറയും, നീ ഇനി ഇവിടെ നിന്നാൽ ശരിയാകില്ല, സോണിക്കൊപ്പം നീയും ബാങ്കോക്കിലേക്ക് പോകുവാനേയും പറഞ്ഞു. അന്നേ ദിവസം രാത്രി തന്നെ രണ്ടുപേരെയും ഒരു കണ്ടെയ്നറിലാക്കി അവിടെ നിന്നും ബാങ്കോക്കിലേക്ക് പറഞ്ഞുവിടും. 14 ദിവസം അവർ രണ്ടുപേരും കണ്ടെയ്നറിൽ തന്നെ ചിലവഴിച്ചു. ബാങ്കോക്കിൽ എത്തിയ സമയത്ത് ഒരു വെള്ളക്കാരൻ വന്നിട്ട് സോണിയെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്തതും. സോണിയുടെ വെർജിനിറ്റി നഷ്ടമായത് കൊണ്ട് തന്നെ സോണിയ വെള്ളക്കാരനാണെങ്കിൽ ഒരു ക്ലിനിക്കിലേക്ക് കൊണ്ടുവന്നിട്ട് വെർജിനാണെന്ന് കാണിക്കുവാൻ വേണ്ടി ഒരു സർജറിയൊക്കെ ചെയ്യുന്നു. എന്നാൽ അതിലൂടെ സോണിക്കാണെങ്കിലോ നടക്കുവാൻ പോലും പറ്റാത്തൊരവസ്ഥയായി. അങ്ങനെ അവൾ വീണ്ടും അടുത്ത ക്ലയന്റിന്റെ അടുത്തേക്ക് പോവുകയാണ്. അയാളും മറ്റൊരു വെള്ളക്കാരനായിരുന്നു. എന്നാൽ അയാളാണെങ്കിലോ ബാക്കിയുള്ളവരെ പോലെയല്ല, അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അയാളുടെ ഫ്ലാറ്റിലേക്ക് എത്തിയതും അവിടെ ലാപ്ടോപ്പ് ഇരിക്കുന്നത് സോണി കാണും. ഞാനൊന്ന് മെയിൽ ചെക്ക് ചെയ്തോട്ടെ എന്ന് സോണി ചോദിക്കുന്നു. അയാൾ അതിന് സമ്മതിക്കുകയും ചെയ്യും. അങ്ങനെ സോണി മെയിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് അമറിന്റെ ഒരുപാട് മെയിലുകൾ ഉണ്ടായിരുന്നു. നിന്നെ അന്വേഷിച്ച് ഞാൻ ബോംബെയിലേക്ക് വന്നു. അവിടെ മാകെ ഞാൻ അലഞ്ഞു തിരിഞ്ഞു നടന്നു. എന്നിട്ട് നിന്നെ കണ്ടില്ല. നീ നാട്ടിലേക്ക് വരുന്നതിനെ കുറിച്ച് ചിന്തിച്ച് വിഷമിക്കണ്ട. നീ എപ്പോൾ നാട്ടിലേക്ക് വന്നാലും നിന്നെ സ്വീകരിക്കുവാനായിട്ട് ഞാൻ തയ്യാറാണ്. നിനക്ക് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കാനും തയ്യാറാണെന്നാണ് അമർ മെയിൽ അയച്ചതും. അതെല്ലാം കാണുന്ന സോണിക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാകും. അങ്ങനെ ഒരു വെള്ളക്കാരനാണെങ്കിലോ സോണിക്കാണെങ്കിൽ ഒരു മൊബൈൽ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നു. അടുത്ത ദിവസം സോണിയും മാധവിയും അടുത്ത ക്ലയന്റിനെ കാണുവാനായി പോവുകയാണ്. അമർ മെസ്സേജ് അയച്ച കാര്യങ്ങളെല്ലാം സോണി മാധവിയോട് പറയും. അതെല്ലാം കേൾക്കുന്ന മാധവിക്ക് സോണിയോട് സഹതാപം തോന്നും. എന്നാൽ മാധവിയാണെങ്കിലോ അവിടെ വെച്ച് മാധവിയുടെ കൈ കട്ട് ചെയ്യും. എന്നിട്ട് സോണിയോട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുവാനായും പറയുന്നു. സോണിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പാവം മാധവി അങ്ങനെ ചെയ്തതും. ആ ഒരു ബഹളത്തിനിടയ്ക്ക് ഒരുപാട് പേർ അവിടെ ഓടിക്കൂടുന്നു. അതിനിടയിൽ വെച്ച് തന്നെ സോണി അവിടെ നിന്നും രക്ഷപ്പെട്ടു പോവുകയാണ്. അവളെ ആരും കാണില്ലെന്നാ കരുതിയത്. എന്നാൽ കുറച്ചു പേരാണെങ്കിലോ അവളെ ഫോളോ ചെയ്യും. പണ്ട് മുതൽക്കേ അച്ഛനെ പേടിച്ച് മരത്തിൽ കയറിയിരിക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെ അവൾ മരത്തിൽ കയറിയിരുന്നു. അതുകൊണ്ട് തന്നെ ആരും അവളെ കണ്ടുപിടിച്ചതേയില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് അവൾ സിറ്റിയിലേക്കും എത്തുകയാണ്. വയറു വിശന്നത് കാരണം അവൾ അവിടെ ഉണ്ടായിരുന്ന വേസ്റ്റ് ബോക്സിൽ നിന്നും ഒരു ആപ്പിൾ എടുത്ത് കഴിക്കുവാനായും തുടങ്ങുന്ന സമയത്തായിരുന്നു മറ്റൊരു സ്ത്രീ സോണിയെ കാണുന്നതും. അവളെ അവർ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്യുന്നതും. ആ സ്ത്രീ സോണിയെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നത് മറ്റൊരു സ്ത്രീക്ക് അടുത്തേക്കാണ്. ഇങ്ങനെയുള്ള പെൺകുട്ടികളെയൊക്കെ രക്ഷപ്പെടുത്തുന്ന ടീമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ സോണിയെ അവർ അവരുടെ പിടിയിൽ നിന്നും ഇപ്പോൾ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. സോണിയെ അരവിന്ദ് ആണെങ്കിലോ വീഡിയോ കോൾ ചെയ്യും. എന്നിട്ട് അവൾക്ക് സർപ്രൈസ് ആയിട്ട് അവളുടെ സഹോദരിയെ പ്രീതിയെ
കാണിച്ചു കൊടുക്കുന്നു. പ്രീതിയെ അരവിന്ദ് കണ്ടെത്തിയിരിക്കുകയാണ്. പ്രീതി ഇപ്പോൾ സേഫ് ആണെന്നും സോണിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ സോണിക്ക് ഒരുപാട് സന്തോഷമാകും. എത്രയും വേഗം തനിക്ക് നാട്ടിലേക്ക് തിരികെ പോകണം എന്നുള്ളൊരു ആഗ്രഹവും അവൾക്കുണ്ടാകുന്നു. അങ്ങനെ അടുത്ത ദിവസം തന്നെ നാട്ടിലേക്ക് അവൾ തിരികെ പോവുകയാണ്. നാട്ടിലെത്തിയ സമയത്താണ് കുറച്ച് കാര്യങ്ങൾ അരവിന്ദ് പറയുന്നത്. എന്തെന്നാൽ പ്രീതി ഒരുപാട് ഡ്രഗ്സ് ഉപയോഗിക്കുമായിരുന്നു. അവർ മനഃപൂർവ്വം അത് ഉപയോഗിപ്പിച്ചതാ. അതുകൊണ്ട് അവൾ ഒരുപാട് തവണ ഇവിടെ നിന്നും ഇറങ്ങി ഓടാനൊക്കെ ശ്രമിച്ചു. ഇപ്പോൾ ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ ഇട്ടിരിക്കുകയാണെന്നും സോണിയോട് പറയുന്നു. അത് കേട്ടതും സോണിക്ക് ഒരുപാട് സങ്കടമാകും. എങ്കിലും അവൾ അതുമായിട്ട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകും. അങ്ങനെ സോണിയാണെങ്കിലോ അരവിന്ദൊക്കെ നടത്തുന്ന ആ ഒരു ആശ്രമം പോലുള്ള സ്ഥലത്ത് തന്നെ കഴിഞ്ഞുകൂടുകയാണ്. അവിടെ ഒരുപാട് സ്ത്രീകൾ ഉണ്ടായിരുന്നു. അവരോടൊപ്പം ചേർന്ന് ജോലിയൊക്കെ ചെയ്ത് അവിടെ തന്നെ അവൾ കഴിഞ്ഞു പോവുകയായിരുന്നു. ഒരു ദിവസം സോണിയെ കാണുന്നതിന് വേണ്ടിയിട്ട് അവളുടെ അച്ഛനും അമ്മയും വരും. എന്നാൽ സോണിയാണെങ്കിലോ അച്ഛനോട് മിണ്ടുവാൻ പോലും കൂട്ടാക്കുന്നതേയില്ല. പക്ഷേ അമ്മയോട് അവൾ അവളുടെ സങ്കടമൊക്കെ പറയുന്നു. ഇനി താൻ അച്ഛനോടും അമ്മയോടുമൊപ്പം വരില്ല എന്ന് പറഞ്ഞ് അച്ഛനെയും അമ്മയും അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്തതും. അച്ഛനും അമ്മയും സങ്കടപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തതും. അതേസമയം തന്നെ സോണിയെ കാണുന്നതിന് വേണ്ടിയിട്ട് അമറും എത്തുകയാണ്. അവൾക്ക് വേണ്ടിയിട്ട് എത്ര നാൾ വേണമെങ്കിലും കാത്തിരിക്കാൻ താൻ തയ്യാറാണെന്നും അമർ പറയുന്നു. അത് കേട്ട് സോണിക്കും ഒരുപാട് സന്തോഷമായി. അങ്ങനെ സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു പുതിയ ജീവിതത്തിലേക്ക് സോണി കടക്കുന്നത് കാണിച്ചുകൊണ്ട് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.